നമുക്ക് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇതൊക്കെ അറിയണം, അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാവരും ഇത് അറിയണം. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്, 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മാസം നമുക്ക് വരുമാനം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കോർപ്പറേഷന് ഫണ്ടിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അസറ്റ് ഉണ്ട് ഈ കോർപ്പറേഷന്. 2 കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി മോചിപ്പിച്ചിട്ടുണ്ട്, കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഒന്ന്, നാളത്തെ നമ്മുടെ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറിയോട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, കഴിഞ്ഞ ഒരു കല്യാണ മണ്ഡപത്തെ കുറിച്ച് വന്ന ഒരു ആരോപണം, അത് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫയൽ നാളെ ടേബിളിൽ വയ്ക്കും. കമലേശ്വരത്ത് കല്യാണ മണ്ഡപം അത് മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുടവുമുള്ളൊരു കല്യാണ മണ്ഡപം, മുടവുമുളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപം കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെന്റ് അവസാനിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കരാറുകാരൻ നടത്തിക്കൊണ്ടിരിക്കുക, 1 രൂപ കോർപ്പറേഷനിൽ അടയ്ക്കുന്നില്ല. അന്വേഷിച്ചൊക്കെ പോയിട്ട് അത് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച വരികയും ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ നോൺ ടാക്സ് സെക്ഷനിലെ ഇൻചാർജിനോട് അവിടെ പോയി റവന്യൂ ഓഫീസർ ലീവ് ആയതുകൊണ്ട് അതിന് ചാർജ് ആയിട്ടുള്ള ഓഫീസറോട് അവിടെ പോകാനും, അദ്ദേഹം പരിശോധിച്ചപ്പോഴേക്കും ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടിപ്പോയി. അപ്പം തന്നെ 2:30 മണിക്ക് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ 1:30 മണിക്ക് കഴിഞ്ഞ് 2:30 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തി. ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ കണ്ട് പൂട്ടിയിട്ട് താക്കോലോടെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ചിങ്ങമാസത്തിലേക്ക് കല്യാണം ബുക്ക് ചെയ്തിട്ടുള്ള പലരും ഞങ്ങളെടുത്ത് വരികയാണ്. അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കല്യാണം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ ഇന്ന വ്യക്തിക്ക് അടച്ചു. ആ വ്യക്തിയും കോർപ്പറേഷനുമായിട്ട് ഒരു കരാറുമില്ല, ഒരു രേഖയില്ല. ഒരു വ്യക്തി പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക, അഡ്വാൻസ് 3000 രൂപ കൊടുത്തു, ഇനി 16,000 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് താക്കോല്. അപ്പം ഞങ്ങൾ പറഞ്ഞു, കല്യാണം മുടങ്ങണ്ട, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചടങ്ങാണ്, അത് മുടങ്ങാൻ പാടില്ല. അതിന് ബാക്കി എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കല്യാണത്തിന് അനുവദിച്ചു കൊടുക്കണമെന്ന് മേയർ എന്നുള്ള സെക്രട്ടറിയോട് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും ഒരു ചടങ്ങും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങളത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 16,000 രൂപ ആ വ്യക്തി വാങ്ങിക്കും. അതിനുശേഷം വേറൊരാൾ കൊടുത്തിരിക്കുന്നത് 13,000 രൂപയ്ക്കാണ്. അയാൾ വൈകുന്നേരം മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഭാഗ്യത്തിന് അവിടെ അഡ്വാൻസ് ഒന്നും അടച്ചിട്ടില്ല, 13,000 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു, ആ പൈസ കോർപ്പറേഷനിൽ അടച്ചിട്ട് നിങ്ങൾ താക്കോൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടറോട് അത് ക്ലെയിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കല്യാണ മണ്ഡപങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ കമലേശ്വരത്തും മുടവുമുള്ളിലും പോയി മണ്ഡപങ്ങളിലൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ 100 കണക്ക്, 1-2 അല്ല, 100 കണക്കിന് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ ഹാളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ്റെ അസറ്റും കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെടുത്ത് അതിൻ്റെ അടിവേറിറക്കുന്ന നടപടിയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഭരണസമിതി രാത്രിയും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മാലിന്യ പ്രശ്നത്തെക്കുറിച്ചുകൂടെ പറയാറുണ്ട്. ഞാനൊരു കാര്യം സമ്മതിക്കുകയാണ്, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുവാനുള്ള ഒരു സിസ്റ്റമില്ല. നിലവിലുള്ള ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ ഞങ്ങൾക്കും ആ സിസ്റ്റത്തിനോട് പല വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. നിലവിലുള്ള ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ, ആ നിലവിലുള്ള സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്, തകരാറുണ്ട്. നിലവിലുള്ള സിസ്റ്റം സയൻറ്റിഫിക് അല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും നിലവിലുള്ള സിസ്റ്റത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ പുതിയൊരു സിസ്റ്റം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ദിവസം 370 മുതൽ 400 ടൺ വരെ മാലിന്യം ഉണ്ടാകുന്ന സിറ്റിയാണ് തിരുവനന്തപുരം സിറ്റി. ചില ദിവസങ്ങളിൽ കൂടാറുണ്ട്, ചില ദിവസങ്ങൾ കുറയാറുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെക്കാനിസം സ്ഥാപിക്കുന്നതിൻ്റെ ചർച്ചകളിൽ യാത്രയിലുമാണ്. ഓരോ ദിവസവും അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ട്. 2 തവണ ഭാരത് പെട്രോളിയം കമ്പനിയുടെ ജീവനക്കാർ ഇവിടെ വന്ന് അതിൻ്റെ ചർച്ച നടത്തി കഴിഞ്ഞു. കോർപ്പറേഷൻ 1 രൂപ മുടക്കുമുതലില്ലാതെ കോർപ്പറേഷൻ സ്ഥലം കൊടുത്താൽ അവർ ചെയ്തു തരാൻ സമ്മതിച്ചു കഴിഞ്ഞു. അതിൻ്റെ നോൺ ബൈൻഡിങ് MOUയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഞങ്ങളുടെ സെക്രട്ടറിയുടെ മേയറുടെ റൂമിൽ ഇരിപ്പുണ്ട്. അത്രത്തോളം സജീവമായിട്ട് ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും സമയബന്ധിതമായിട്ട് തന്നെ പെർമനൻ്റ് ആയിട്ട് മാലിന്യ സംസ്കരണത്തിലുള്ള ഒരു സിസ്റ്റം ഞങ്ങൾ പൂർത്തിയാക്കും. ഈ മേയർ കെയർ എന്നൊരു പദ്ധതി അവതരിപ്പിച്ചു. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ എടുക്കാതെ 5000-ൽ കൂടുതൽ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കൊടുത്തു. 1000 മുതൽ 1200 വരെയുള്ള വിലകൾ. എന്ത് സന്തോഷത്തോടെയാണ് ഇത്രത്തോളം പാവപ്പെട്ട കുട്ടികൾ ഇത് കേട്ടിട്ട് വരികയാണ്. പഞ്ചായത്തുകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വന്നു. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇന്ന് പുറത്ത് കോൾ ചെയ്തു. പക്ഷേ ഇത് കൊടുത്തതിലൂടെ 100 കണക്കിന് ആൾക്കാർ മേയർ കെയർ പദ്ധതിയിലേക്ക് ഇനി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളും, ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. അത് ചിലത് പുറത്ത് മാധ്യമങ്ങൾ അറിഞ്ഞു കാണും, ചിലത് കാര്യങ്ങൾ ഞങ്ങൾ ഹൈഡ് ചെയ്യും. കാരണം ഈ അവർക്ക് ആ സഹായങ്ങൾ കിട്ടുന്നവരുടെ വളരെ ബുദ്ധിമുട്ടുന്നവരായതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാൻ ഞങ്ങൾക്ക് ചെയ്തേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ആ മേയർ കെയർ പദ്ധതി വളരെ വലിയ ഇമ്പാക്റ്റാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും 6 മാസം കോർപ്പറേഷൻ്റെ 1 രൂപ പോലും എടുത്തിട്ടില്ല. സ്പോൺസർഷിപ്പും CSR ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഞങ്ങൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ ഒഴിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പാളയം മാർക്കറ്റൊക്കെ പറയുമ്പോഴേക്കും LDF-ന് CPM-ന് ഒരു വിഷമവും വേദനയും അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം.
സ്വാഭാവികമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു വരുമാന ചോർച്ച അവരുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ നല്ല ഫ്ലോ ആയിരുന്നു ഫണ്ടിൻ്റെ, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു ഫണ്ടിൻ്റെ. ആ ഫണ്ടിൻ്റെ ഫ്ലോ ഒക്കെ നിൽക്കുമ്പോൾ ഒരു ആശങ്കയുണ്ട്. അത് കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് വേണ്ട. കോർപ്പറേഷൻ്റെ ചിലവിൽ ആ ഫണ്ട് ഇനിയിപ്പോൾ എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല തിരുവനന്തപുരം. ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധി എഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും യു ഡി എഫും എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. CPM ഇങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോഴേക്കും കോൺഗ്രസ് അപ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയം, അതിൽ വളരെ സന്തോഷം നമുക്കുണ്ട്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഡൽഹിയിലും ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ എന്തായിരുന്നു, അടൽ ബിഹാരി വാജ്പേയിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രീ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ CPM LDF കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. അങ്ങനെയാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കോൺഗ്രസ് ആദ്യം നീട്ടിയ കരത്തിലേക്ക് CPM പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡൽഹിയിൽ ഈ സഖ്യം കോൺഗ്രസ് CPM സഖ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ന്യായീകരണവും കൊടുത്തു. പക്ഷേ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPM ആരംഭിച്ചപ്പോഴേക്കും അവർക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 64 MP അന്ന് നമ്മുടെ സമ്പത്ത് MP രാജേഷൊക്കെ MP ആയിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പിന്തുണച്ച് ഇന്ന് അവരുടെ MP എണ്ണം എത്രയാണ്? അന്ന് അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നു. ഇന്ന് അവരുടെ സംസ്ഥാനങ്ങളിലെ ഭരണം വട്ടപൂജ്യമാണ്. അപ്പോൾ കോൺഗ്രസ് നീട്ടുന്ന കരങ്ങളിൽ CPM ആദർശം വെടിഞ്ഞ് എന്ന് കൈകൊടുത്തിട്ടുണ്ടോ അതിനുശേഷം CPMൻ്റെ വളർച്ച പടവലങ്ങിയ പോലെ, അല്ലെങ്കിലും അങ്ങനെ ആവും, എങ്കിലും അതിനുശേഷം വളരെ വേഗത്തിൽ പടവലങ്ങിയ പോലെ ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് CPM സഖ്യകക്ഷി രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പ്രാവർത്തികമാക്കുന്നു. അതിന് തിരുവനന്തപുരം രാഷ്ട്രീയ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന സന്തോഷമുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആരംഭിക്കുമ്പോഴേക്കും അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ അവിശ്വാസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാൻ പോകുന്നില്ല, അവിശ്വാസം പാസ്സാകുകയും പോകുന്നില്ല, കേരളം മുഴുവൻ നാണം കെടാൻ പോകുന്നു. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അവിടെ BB ഗോപകുമാറിനെ ഇരുത്തണം. സ്വാഭാവികമല്ലേ? ഇവരൊന്നായി കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് അവിടെ BB ഗോപകുമാർ MLA, ചാത്തന്നൂർ MLA, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വരാൻ പോകുന്നത്. ഗോപകുമാർ സാർ ആദ്യം തന്നെ നിയമസഭയിൽ പറഞ്ഞു, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മുരളീധരനും പറഞ്ഞു, നിങ്ങൾ 137 പേരും ഞങ്ങൾ 3 പേരുമാണ്. അത് ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റാവുമെന്ന് വിചാരിച്ചു. ഇത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകുന്നതിൽ അങ്ങേയറ്റം തന്നെ സന്തോഷമുണ്ടെന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് രാവിലെ ഇത് ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെ വാർത്തകളെ കണ്ടപ്പോൾ ആലോചിച്ച് പോകുന്നത് പണ്ടത്തെ ഒരു സിനിമയിലൊരു സീനാണ്. ശബരിനാഥ് പൂന്തോട്ടത്തിൽ നിന്ന് ഒരു ആന്തോറിയ പൂ പറിച്ച് അങ്ങോട്ട് നീക്കിട്ടുമ്പോൾ ദീപക് അടുക്കളയിൽ നിന്ന് ഒരു അവലോസുണ്ട ഇങ്ങോട്ട് കൊടുക്കും. ഇതായിരുന്നു എഗ്രിമെൻറ്റ്. ഇപ്പം ശബരിനാഥൻ ഒരാഴ്ചയായിട്ട് മഴയത്ത് ആന്തോറിയം പോകൊണ്ട് നിൽക്കുകയാണ്. ദീപക് ഇതുവരെ അവലോസുണ്ട കൊടുത്തിട്ടില്ല. ഒരു മുൻ മന്ത്രി ദീപകിനെ നിർബന്ധിക്കുകയാണ്, അവലോസുണ്ട കൊടുക്കൂ. അപ്പോൾ ജോയ് പറകോട്ട് വിളിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറി, കൊടുക്കരുതേ എന്ന്. ഇവർ തമ്മിലൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത പ്ലാൻ പറയാമായിരുന്നു. അപ്പോൾ ഈ സീനാണ് ഇപ്പോൾ. ആന്തോറിയം പൂവും അവലോസുണ്ടയുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ആന്തോറിയം പൂ വാങ്ങിച്ച് ശബരിനാഥനെ മഴയത്തൊന്ന് രക്ഷിക്കണമെന്നാണ് ദീപകിനോട് പറയാനുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, CPMനെ സഹായിക്കുവാനാണ് ഇനിയെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ ഏത് തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ ഭരണസമിതി അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ജനപിന്തുണ ഓരോ ദിവസവും കൂടിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പ്രതിപക്ഷം പറഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത്രത്തോളം മുഴുവൻ കൗൺസിലർമാരെയും കൊണ്ടുപോയ ഒരു ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. നിങ്ങൾ കൗൺസിലർമാരോട് ഒറ്റയ്ക്ക് ചോദിച്ചു നോക്കണം. ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരോടുൾപ്പെടെ അവരവരുടെ വാർഡുകളിൽ നിന്നും വന്ന ആവശ്യങ്ങളിൽ ന്യായമായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഒരു നിമിഷമെങ്കിലും ഈ ഭരണസമിതി താമസിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് നോക്കൂ. അത് വാർത്ത കൊടുക്കാനൊന്നുമല്ല, നിങ്ങളുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് അന്വേഷിച്ച് നോക്കൂ എന്നാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും ജനാധിപത്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, സമരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളതാണ്, അതിനെയൊക്കെ തന്നെ ബഹുമാനിക്കുകയാണ്. ശക്തമായി ഈ ഭരണസമിതി മുന്നോട്ട് പോകും. 5 വർഷം പൂർത്തിയാക്കി ജനങ്ങളെ നേരിടുമ്പോഴേക്കും കൂടുതൽ മധുരമായ വിജയം ജനങ്ങൾ സമ്മാനിക്കും. ഞാൻ ഇന്നലെ ആവർത്തിക്കുന്നു, 2047 ലോകത്തിന് ഭാരതം നേതൃത്വം കൊടുക്കുമ്പോൾ, ഭാരതം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ലോകത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സ്വപ്നമാണത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ദേശീയ BJP നേതൃത്വത്തിൻ്റെ സ്വപ്നമാണ്. അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന്
തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. അതിനുള്ള അടിത്തറയാണ് ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ.